നാം എപ്പോഴും ആകാശത്തേക്ക് നോക്കി അത്ഭുതപ്പെടുന്നവരാണ്. ആകാശത്തിന് അതിരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബഹിരാകാശ പര്യവേക്ഷണത്തിന് കോടിക്കണക്കിന് ഡോളറുകൾ ചിലവഴിച്ചു. വോയേജർ 1 പേടകം ഭൂമിയിൽ നിന്നും 24 ബില്യൺ കിലോമീറ്റർ അകലെ യാത്ര തുടരുകയാണ്. നമ്മൾ ചൊവ്വയിലേക്ക് റോവറുകൾ അയച്ചു, ചന്ദ്രനിൽ കാലുകുത്തി. ജെയിംസ് വെബ് പോലെയുള്ള ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് നാം പ്രപഞ്ചത്തിന്റെ തുടക്കം വരെ നാം കണ്ടു. പക്ഷെ ഒരു നിമിഷം താഴേക്ക് നോക്കുക. നാം നിൽക്കുന്ന ഈ ഭൂമിയുടെ ഉള്ളിലേക്ക്, ആഴങ്ങളിലേക്ക് എത്ര ദൂരം നമ്മൾ പോയിട്ടുണ്ട്? വെറും 12 കിലോമീറ്റർ. അതെ, 24 ബില്യൺ കിലോമീറ്റർ മുകളിലേക്ക് പോയ മനുഷ്യൻ ഭൂമിയുടെ താഴേക്ക് പോയത് വെറും 12 കിലോമീറ്റർ മാത്രമാണ്. ഒരു ആപ്പിളിന്റെ തൊലിയുടെ അത്രയും കട്ടി പോലും നമ്മൾ ഭൂമിയുടെ ഉള്ളിലേക്ക് ഒഴിച്ചിട്ടില്ലെന്നതാണ് ശാസ്ത്രീയമായ സത്യം. എന്തുകൊണ്ടാണ് ഭൂമിയുടെ ഉള്ളറകൾ ബഹിരാകാശത്തേക്കാൾ ദുഷ്കരമാകുന്നത്? എന്താണ് ആ ഇരുട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നത്? 1960കളിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ബഹിരാകാശത്തേക്ക് എത്താൻ ഒരു വലിയ മത്സരം നടന്നിരുന്നു. ലോകത്തിന് മുഴുവൻ അതറിയാം. എന്നാൽ അധികം ആർക്കും അറിയാത്ത മറ്റൊരു മത്സരം കൂടി അവിടെ നടന്നിരുന്നു. ദി ഇന്നർ സ്പേസ് റേസ്. ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആദ്യമേ ആര് കുഴിച്ചെത്തുമെന്നതായിരുന്നു ആ മത്സരം. ബഹിരാകാശത്ത് അമേരിക്കയെ തോൽപ്പിക്കാൻ സോവിയറ്റ് യൂണിയനും തിരിച്ചു തോൽപ്പിക്കാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരുന്ന ആ കാലം. അമേരിക്കയാണ് ഇന്നർ സ്പേസ് റേസ് ആദ്യം ആരംഭിച്ചത്. 1958 പ്രൊജക്ട് മോഹോൾ എന്ന പേരിൽ അവർ ആ മിഷൻ ആരംഭിച്ചു. കരയിൽ കുഴിക്കുന്നതിന് പകരം അവർ കടലിനടിയിൽ കുഴിക്കാൻ തീരുമാനിച്ചു. കാരണം അവിടെ ഭൂമിയുടെ ക്രസ്റ്റിന് കട്ടി കുറവാണ്. പസഫിക് ഓഷ്യനിൽ അവർ ഒരു കപ്പൽ കൊണ്ടുപോയി നിർത്തി ഡ്രില്ലിംഗ് ആരംഭിച്ചു. സമുദ്രത്തിലെ വലിയ തിരമാലകളും കാറ്റും ഡ്രില്ലിംഗ് അസാധ്യമാക്കി. ഫണ്ടില്ലാത്തത് കാരണം 1966 അമേരിക്ക പ്രൊജക്ട് പൂർണ്ണമായും ഉപേക്ഷിച്ചു. അവിടെയാണ് സോവിയറ്റ് യൂണിയൻ രംഗത്ത് വരുന്നത്. അവർ സമുദ്രത്തിലല്ല, മറിച്ച് റഷ്യയുടെ കൊടും തണുപ്പുള്ള കോല പെൻസിലെ കരയിൽ കുഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗത്യം ആരംഭിച്ചു. 1970 മെയ് 24 കോള പെൻസുലയിലെ വലിയ ഡ്രില്ലിംഗ് മെഷീൻ പ്രവർത്തനം ആരംഭിച്ചു. ഇതൊരു കിണർ കുഴിക്കുന്നത് പോലെയോ ഓൾ ഡ്രിൽ ചെയ്യുന്നത് പോലെയോ എളുപ്പമായിരുന്നില്ല. അവർക്ക് 15 കിലോമീറ്റർ താഴെ കുഴിക്കണമായിരുന്നു. ഒരു കാര്യം ചിന്തിക്കുക, 15 മീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് പൈപ്പ് താഴേക്ക് ഇറക്കിയാൽ എന്ത് സംഭവിക്കും? അതിന്റെ ഭാരം കൊണ്ട് സ്വയം പൊട്ടിപ്പോകും. അതുകൊണ്ട് സോവിയറ്റ് എഞ്ചിനീയർമാർ ഇതിനായി പ്രത്യേകം അലൂമിനിയം അലോയ് പൈപ്പുകൾ നിർമ്മിച്ചു. സാധാരണ ഡ്രില്ലിംഗ് മെഷീനിൽ മുകളിൽ നിന്നാണ് പൈപ്പ് കറക്കുന്നത്. എന്നാൽ അവർ കോള ബോർഹോളിൽ ഉപയോഗിച്ചത് തികച്ചും വ്യത്യസ്തമായ ഒരു ടെക്നോളജിയാണ്. മുകളിൽ നിന്ന് പൈപ്പ് കറക്കുന്നതിന് പകരം അവർ പൈപ്പിനുള്ളിലൂടെ അതിശക്തമായി ഡ്രില്ലിംഗ് മഡ് താഴേക്ക് പമ്പ് ചെയ്തു. ആ പ്രഷർ ഉപയോഗിച്ച് ഏറ്റവും താഴെയുള്ള ഡ്രിൽ ബിറ്റ് മാത്രം കറങ്ങുന്ന സിസ്റ്റം അവർ വികസിപ്പിച്ചു. കൊടും തണുപ്പിൽ റഷ്യൻ തൊഴിലാളികൾ 24 മണിക്കൂറും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്തു. ഓരോ തവണ ആ ഡ്രിൽ ബിറ്റ് തേഞ്ഞു പോകുമ്പോഴും വലിയ കിലോമീറ്ററോളം നീളമുള്ള പൈപ്പ് പുറത്തേക്ക് എടുക്കണം. ബിറ്റ് മാറ്റിയ ശേഷം വീണ്ടും താഴേക്ക് ഇറക്കണം. ഇതിന് മാത്രം ദിവസങ്ങൾ എടുക്കുമായിരുന്നു. മനുഷ്യന്റെ അസാമാന്യ ക്ഷമയുടെ പരീക്ഷണമായിരുന്നു അത്. വർഷങ്ങൾ കടന്നുപോയി. അവർ 3 കിലോമീറ്ററും 5 കിലോമീറ്ററും പിന്നിട്ടു. വെറുതെ കുഴിക്കുക മാത്രമല്ല, താഴെ നിന്ന് കിട്ടുന്ന പാറകളുടെ സാമ്പിളുകൾ ശാസ്ത്രജ്ഞർ ലാബിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നു. കോള സൂപ്പർ ഡീപ് ബോർഹോൾ ശാസ്ത്രലോകത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. നമ്മൾ ഭൂമിയെപ്പറ്റി അതുവരെ പഠിച്ച പല തിയറികളും തെറ്റാണെന്ന് ഈ ദൗത്യം തെളിയിച്ചു. ഏറ്റവും വലിയ ഞെട്ടലുണ്ടായത് 7 കിലോമീറ്റർ താഴെ വെച്ചാണ്. സയൻസ് വിശ്വസിച്ചിരുന്നത് 7 കിലോമീറ്റർ താഴെ ഗ്രനൈറ്റ് പാറകൾ മാറി ബസാൾട്ട് പാറകൾ തുടങ്ങും എന്നാണ്. ഇതിനെ കോൺട്രാഡ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വിളിച്ചിരുന്നു. പക്ഷെ അവിടെ ബസാൾട്ട് ഉണ്ടായിരുന്നില്ല. പകരം അമിതമായ പ്രഷർ കാരണം രൂപം മാറി ഗ്രനൈറ്റ് പാറകൾ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ അത്ഭുതം, 7 കിലോമീറ്റർ താഴെ അവർ വെള്ളം കണ്ടെത്തി. അത്രയും പ്രഷറിലും അത്രയും ആഴത്തിലും വെള്ളം ഉണ്ടാകില്ല എന്നാണ് ലോകം കരുതിയത്. പാറകളിലെ മിനറൽസിൽ നിന്നും അമിതമായ മർദ്ദം കാരണം പുറത്തു വന്ന ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്ന് രൂപപ്പെട്ട തിളയ്ക്കുന്ന വെള്ളമായിരുന്നു അത്. എന്നാൽ ശാസ്ത്രലോകത്തെ കൂടുതൽ അമ്പരിപ്പിച്ചത് മൂന്നാമത്തെ കണ്ടെത്തലാണ്. 6.7 കിലോമീറ്റർ താഴെ നിന്ന് കിട്ടിയ പാറയിൽ അവർ മൈക്രോസ്കോപ്പിക് പ്ലാങ്ക്ടൺ ഫോസിൽസ് കണ്ടെത്തി. ഏതാണ്ട് 24 വ്യത്യസ്ത സ്പീഷീസുകളിൽപ്പെട്ട പ്ലാങ്ക്ടനുകൾ. ബില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലുണ്ടായിരുന്ന ജീവന്റെ തുടിപ്പുകൾ. അവർ അത്രയും പ്രഷറിലും ചൂടിലും പാറകൾക്കുള്ളിൽ സുരക്ഷിതമായി ഇരിപ്പുണ്ടായിരുന്നു. ഭൂമിയുടെ ജീവന്റെ ചരിത്രം തന്നെ തിരുത്തിയെഴുതപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത്. 1989 ആയപ്പോഴേക്കും അവർ 12,262 മീറ്റർ, അതായത് 12.2 കിലോമീറ്റർ താഴേക്ക് എത്തി. അപ്പോഴേക്കും അമേരിക്കയുടെ പഴയ റെക്കോർഡ് അവർ തകർത്തിരുന്നു. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ കുഴിയായി കോള മാറി. എന്നാൽ അവരുടെ ലക്ഷ്യം 15 കിലോമീറ്റർ ആയിരുന്നു. അതിലേക്ക് ഇനിയും ദൂരമുണ്ട്. പക്ഷെ പ്രകൃതി മറ്റൊരു പ്ലാനാണ് അവർക്കായി കരുതി വെച്ചിരുന്നത്. ഭൂമിയുടെ താഴേക്ക് പോകും തോറും ചൂട് കൂടുമെന്ന് എഞ്ചിനീയർമാർക്ക് അറിയാമായിരുന്നു. 12 കിലോമീറ്റർ താഴെ എത്തുമ്പോഴേക്കും 100 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാകുമെന്നാണ് അവർ കണക്ക് കൂട്ടിയത്. എന്നാൽ അവരുടെ കണക്കുകൾ പൂർണ്ണമായും തെറ്റി. താഴെ ടെമ്പറേച്ചർ കൺട്രോൾ കാണിച്ചത് ഞെട്ടിക്കുന്ന ഒരു സംഖ്യയായിരുന്നു. 150 ഡിഗ്രി സെൽഷ്യസ്, ഏതാണ്ട് ഇരട്ടി ചൂട്. ഈ കൊടും ചൂടിൽ പാറകളുടെ സ്വഭാവം തന്നെ മാറി.
അവ വെറും കല്ലുകളല്ലാതായി, പ്ലാസ്റ്റിക് പോലെ മൃദുവായി. ഡ്രിൽ ബിറ്റുകൾ ഈ ചൂടിൽ ഉരുകി നശിക്കാൻ തുടങ്ങി. അവർ കുഴിക്കുന്ന കുഴി പ്ലാസ്റ്റിക് പോലെയായ പാറകൾ കാരണം തനിയെ അടഞ്ഞു പോകാൻ തുടങ്ങി. ഡ്രില്ലിംഗ് മഡ് തിളച്ചു മറിഞ്ഞു. ഉപകരണങ്ങൾ പൂർണ്ണമായും പണിമുടക്കി. എത്ര ശ്രമിച്ചിട്ടും അവർക്ക് 12,262 മീറ്ററിന് താഴേക്ക് ഒരു ഇഞ്ച് പോലും കുഴിക്കാൻ സാധിച്ചില്ല. നിങ്ങൾ കോള സൂപ്പർ ഡീപ് ബോർഹോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ സയൻസിനേക്കാൾ കൂടുതൽ നിങ്ങൾ കാണുക ഭയപ്പെടുന്ന ചില കഥകളായിരിക്കും. 1989 ഈ പ്രൊജക്ട് നിർത്തിവെക്കാൻ കാരണം വെറും ചൂട് മാത്രമല്ല, അവിടെ നടന്ന അതിഭയാനകമായ സംഭവങ്ങളാണെന്ന് കഥകൾ പരന്നു. ഇതാണ് പ്രശസ്തമായ വെൽ ടു ഹെൽ ഹോക്സ് അഥവാ നരകത്തിലേക്കുള്ള കിണർ എന്ന അർബൻ ലെജൻഡ്. കഥ ഇങ്ങനെയാണ്. റഷ്യൻ ശാസ്ത്രജ്ഞർ 12 കിലോമീറ്റർ താഴെ എത്തിയപ്പോൾ അവർ ചില ഭയാനകമായ ശബ്ദങ്ങൾ താഴെ നിന്നും കേൾക്കാൻ തുടങ്ങി. ഡോക്ടർ അസക്കോ എന്ന സൈനിസ്റ്റിന്റെ നേതൃത്വത്തിൽ അവർ ഭൂകമ്പങ്ങൾ അളക്കുന്ന ഒരു പ്രത്യേകതരം ഹീറ്റ് റെസിസ്റ്റന്റ് മൈക്രോഫോൺ ആ കുഴിയിലേക്ക് ഇറക്കി. ആ മൈക്രോഫോൺ റെക്കോർഡ് ചെയ്തത് കൊടും തീയിൽ കിടന്നെരിയുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ നിലവിളിയായിരുന്നു. അവർ നരകം കണ്ടെത്തിയെന്ന് കഥകൾ പ്രചരിച്ചു. ആ ഓഡിയോ ഇന്ന് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കേൾക്കാൻ സാധിക്കും. എന്താണ് ആ ഓഡിയോയുടെ യാഥാർത്ഥ്യം? ആ നിലവിളികൾ യഥാർത്ഥമാണോ? അല്ല, 100% വ്യാജമാണ്. 89 ഫിൻലാൻഡിലെ ചെറിയൊരു പത്രത്തിലാണ് ഈ വ്യാജ വാർത്ത ആദ്യം അച്ചടിച്ചു വന്നത്. പിന്നീട് അമേരിക്കയിലെ TV ഷോകളിലേക്കും റേഡിയോകളിലേക്കും പരന്നു. ഡോക്ടർ അസക്കോ എന്നൊരു ശാസ്ത്രജ്ഞൻ അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ആ ഓഡിയോ എവിടെ നിന്ന് വന്നു എന്ന് ഓഡിയോ എക്സ്പേർട്ടുകൾ പിന്നീട് കണ്ടെത്തി. 72 ഇറങ്ങിയ ബാരൻ ബ്ലഡ് എന്നൊരു ഇറ്റാലിയൻ ഹൊറർ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ എഡിറ്റ് ചെയ്ത് ലൂപ്പ് ചെയ്തതാണ് ആ ഇന്റർനെറ്റ് ക്ലിപ്പ്. ശാസ്ത്രീയമായി ചിന്തിച്ചാൽ 150 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ ഒരു മൈക്രോഫോണും പ്രവർത്തിക്കില്ല. അത്രയും പ്രഷറിൽ സൗണ്ട് വേവ്സിന് സഞ്ചരിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് റഷ്യക്കാർ നരകം കണ്ടെത്തുന്നത് വെറും ഭാവന മാത്രമാണ്. അവർ കണ്ടെത്തിയത് ശാസ്ത്രത്തിലെ വിലപ്പെട്ട വിവരങ്ങളാണ്. 92 ആയപ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ തകർന്നു. അതോടെ പ്രൊജക്റ്റിനുള്ള സർക്കാർ ഫണ്ട് ഇല്ലാതായി. അതോടെ ഡ്രില്ലിംഗ് പൂർണ്ണമായും നിർത്തിവെച്ചു. കുറച്ചു വർഷങ്ങൾ കൂടി ഒരു സയന്റിഫിക് റിസർച്ച് സെന്ററായി അത് പ്രവർത്തിച്ചുവെങ്കിലും 2005 പ്രൊജക്ട് പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടു. 2008 കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി, ഉപകരണങ്ങൾ സ്ക്രാപ്പായി വിറ്റു. ഇന്ന് ആ പ്രദേശത്തേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയുക തകർന്നു കിടക്കുന്ന ഒരു പഴയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ്. മനുഷ്യൻ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതം സൃഷ്ടിച്ച സ്ഥലം ഇന്ന് വെറും ഒരു പ്രേതാലയം പോലെ കിടക്കുന്നു. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തറയോട് ചേർന്ന് ഇരുമ്പ് പ്ലേറ്റ് കൊണ്ട് വെൽഡ് ചെയ്ത് അടച്ച ഒരു ചെറിയ അടപ്പ് കാണാം. അതിൽ 12,262 മീറ്റർ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചെറിയ തുരുമ്പിച്ച അടപ്പിന് താഴെയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ കുഴിയുള്ളത്. കോള സൂപ്പർ ഡീപ്പ് ബോർഹോൾ ഒരു പരാജയമായിരുന്നു? ഒരിക്കലുമല്ല. പ്രകൃതിക്ക് മുന്നിൽ മനുഷ്യന്റെ പരിമിതികൾ അത് കാണിച്ചു തന്നു. ഒപ്പം ഭൂമിയുടെ കൂടുതൽ അറിവുകൾ നമുക്ക് നൽകി. വെള്ളം, ഫോസിലുകൾ, പാറയുടെ ഘടന, ഇതെല്ലാം സയൻസിനെ മാറ്റിമറിച്ചു. നാം ഇന്നും ആകാശത്തേക്ക് നോക്കി അന്യഗ്രഹ ജീവികളെ അന്വേഷിക്കുന്നു. കോടിക്കണക്കിന് രൂപകൾ കൊടുത്ത് റോക്കറ്റുകൾ അവിടേക്ക് വിടുന്നു. പക്ഷെ നമ്മുടെ സ്വന്തം ഭൂമിക്കുള്ളിൽ 12 കിലോമീറ്ററിന് താഴെ ഇനി നമ്മൾ കാണാത്ത എന്തൊക്കെ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകും? കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ആ ഇരുട്ടിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കാൻ ഭാവിയിൽ മികച്ച ടെക്നോളജിയുമായി മറ്റൊരു മനുഷ്യൻ വരുന്നതുവരെ ആ ഇരുമ്പടപ്പ് അവിടെ തന്നെ കിടക്കും. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. See you in the next video. It's me Abhay, signing off.